വിട്ടതല്ലേ നിങ്ങൾക്ക് എന്തൊക്കെ സൗകര്യങ്ങൾ തന്നു അതൊക്കെ അനുഭവിച്ചു എല്ലാരും ദുനിയാവിൽ മരിച്ച് ജീവിച്ചു പകുതി മരിച്ചും പകുതി ജീവിച്ചിട്ടായിരുന്നു നമ്മൾ. ഹലോ ഫ്രണ്ട്സ്, ടൂർ ഫിനാൻഷ്യലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ സമയം 5:30 മണിയായി രാവിലെ. ഞങ്ങൾ ഇപ്പോൾ വയനാട് പോവാണ്. അപ്പോൾ പുതിയൊരു ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളെവിടെയാണ്? ആ ചെക്ക ഇരിക്കൂല, മലയാളത്തിലെ പറഞ്ഞ നമ്മളങ്ങനെ പോവാണ്. ഇന്നലെ കിട്ടുന്നത് അത് അവിടെ പോയി ഞാൻ റീലെടുക്കിങ്ങനെ എല്ലാരും ഇങ്ങനെ കളിക്ക് കളിച്ചോ. APT സോങ് അതിൽ പിടിച്ചോ.
ഇതുമ്മൽക്ക പോയത് ഞങ്ങള് ആളിറങ്ങിയിട്ട് അവരവിടെ മാർക്ക് ചെയ്തോളും. ഹലോ Zaman, come on, Zaman, clap. Oh, Siputta, come on. Ah, Zaman, come on, Zaman. Yay! Artha Siputta. Simi. Anutha, come on. Clap. Ah, zoom. എങ്ങനെയുണ്ടായിരുന്നു മറ്റുള്ള യാത്ര? ഈ നിമിഷത്തിൽ എന്താണ് പറയാനുള്ളത്? ഇനി ഇതുപോലെ ഇതിലേക്കാൾ അതിമനോഹരമായ യാത്രകൾ ചെയ്യാൻ അല്ലാഹു ഉമ്മാക്കെന്താണ് പറയാനുള്ളത്? അതിന് തീരുമാനം
വളരെ നല്ലൊരു യാത്രയായിരുന്നു. കുറേ അധികം പാട്ട് പാടാൻ പറ്റി, പാട്ട് കാണാൻ പറ്റി. കുറേ സങ്കീർണമായ കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോയിരിക്കുന്നു. കാലഘട്ടമല്ലേ, സമയങ്ങളിലൂടെ നമ്മൾ കടന്നു പോയിരിക്കുന്നു. പക്ഷേ അബദ്ധങ്ങളൊന്നും ഇല്ലാണ്ട് നമ്മൾ തിരിച്ചെത്തി. നന്ദി പറയുന്നു. ഉപ്പ പറയൂ, എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ യാത്ര? ഒരു കുഴപ്പമില്ല എന്നാണ് ഇപ്പൊ പറഞ്ഞത്. അടുത്തത് മണിമാണ്. യാത്ര അതിമനോഹരമായിരുന്നു. പിന്നെ വയനാട് എല്ലാവരും കണ്ടതായി അല്ലേ? അപ്പൊ ഇനി നമ്മളെ ആഹ്റത്തിൽ ചെല്ലുമ്പോഴേ അവിടെ ചോദിക്കുമ്പോൾ അത്ര മൺ റബ്ബക്ക വൈന തീരുക്ക മന്റെ വീക്ക, അതേപോലെ അല്ല അല്ല അപ്പൊ അതുപോലെ എന്തൊക്കെ കണ്ടുക്ക അങ്ങനെ ചോദിക്കുമ്പോൾ വയനാട് കണ്ടു എന്ന് പറയാം. പിന്നെ അവിടെ ചെല്ലുമ്പോ എന്തൊക്കെ നിങ്ങൾ കണ്ടു, ദുനിയാവിലേക്ക് നിങ്ങളെ വിട്ടതല്ലേ, നിങ്ങൾക്ക് എന്തൊക്കെ സൗകര്യങ്ങൾ തന്നു, അതൊക്കെ അനുഭവിച്ചു തന്നു, ഇതെല്ലാം ചോദിക്കും. അപ്പൊ അതിനൊരു മറുപടിയാണ്. വളരെ നല്ലൊരു സ്റ്റേറ്റ്മെന്റാണ് മണിമാമ ഉയർത്തിയത്. അതിനോട് യോജിക്കുന്നവരും ഉണ്ടാവും, അല്ലാത്തവരും ഉണ്ടാവും. എന്തായാലും പടച്ചവന്റെ മൂപ്പർ സൃഷ്ടിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകണം. അടുത്തത് മാമിയോട് ചോദിക്കാം, എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. ട്രിപ്പ് കോർഡിനേറ്റർ എന്ന നിലയ്ക്ക് എനിക്ക് അതിയായ സന്തോഷവും സങ്കടമുണ്ട്, കുറച്ച് സങ്കടമുണ്ട്. കാരണം ഇവരെ വീട്ടിൽ നിന്ന് പുറത്താക്കുമെന്ന് അറിയത്തില്ല. പക്ഷെ എല്ലാവർക്കും ഞാൻ ട്രാവലർ കൊടുത്തു, റിസോർട്ട് കൊടുത്തു. എല്ലാവരും സിറാത്ത് പോലെ ഒരിക്കൽ കൂടി കോൺക്രീറ്റ് എല്ലാം ഞാൻ തെളിയിച്ചു കൊടുത്തു. എല്ലാവരും ദുനിയാവിൽ മരിച്ച് ജീവിച്ചു എന്ന് ഇന്നലെ ജീവിച്ചു കാണിച്ചു. ചിലവർ പകുതി മരിച്ചും പകുതി ജീവിച്ചിട്ടായിരുന്നു നമ്മുടെ മുന്നിൽ വെച്ചത്. പിന്നെ സ്വിമ്മിംഗ് പൂൾ കണ്ടതോടു കൂടിയാണ് എല്ലാവർക്കും 100% ജീവൻ തിരിച്ചു ലഭിച്ചത്. അതുവരെ നമുക്കൊരു 80% പിന്നെ നല്ല തിന്നു, നല്ലോണം തിന്നു, 4 പ്ലേറ്റ് മന്തി തിന്നു, ഒരു 2 അൽഫാം തിന്നു, പിന്നെ ബ്രെഡും ബട്ടറും കിണ്ണം കുറെ ചായപ്പൊടി അടിച്ച് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ബ്രഷ് പീസ് അടിച്ച് വാങ്ങിച്ചു. ലഡു ഗൂഗിൾ പേയിലുണ്ട്. സിറാത്ത പോലെ എല്ലാവർക്കും കോക്കിട്ടെല്ലാം മനസ്സിലായില്ല. അപ്പൊ കിണ്ണം ബ്ലോഗ്സ് ഇവിടെ അവസാനിക്കുന്നു. ട്രിപ്പ് അടിപൊളിയായിരുന്നു, നല്ല അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു ട്രിപ്പായിരുന്നു. വേര് വെട്ടിയിട്ടൊക്കെയാണ് നമ്മള് കയറി. കൊറേ വഴികൾ കൊറേ വഴി വെട്ടി കഴിവേറി ആവില്ല കേട്ടോ. ഇത്രേ ഉള്ളൂ. അടിപൊളിയായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ.